ഞാനിപ്പോൾ ഒരു കൃതി എഴുതി കഴിഞ്ഞിട്ടുണ്ട്, അഷ്ടാവക്ര സംഹിതയുടെ വ്യാഖ്യാനം. അഷ്ടാവക്ര സംഹിത എന്ന് പറയുന്നത്, അഷ്ടാവക്രൻ എന്ന് പറയുന്ന മുനി അദ്ദേഹം 8 വളവുകളോടുകൂടി ജനിച്ചു എന്നാണ് പറയുന്നത്. ആ 8 വളവുകൾ നിവർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ട് സമങ്കാ നദിയിൽ പോയി മുങ്ങുകയും അങ്ങനെ ആ വളവുകളെല്ലാം നിവർന്ന് അദ്ദേഹം സുന്ദരനാവുകയും ചെയ്തു. എന്നിട്ട് ജനക മഹാരാജാവ് ഒരുപാട് ജ്ഞാനഗ്രന്ഥങ്ങൾ വായിച്ചിട്ടും അദ്ദേഹത്തിന് യഥാർത്ഥ അറിവ് കിട്ടാത്തത് കൊണ്ട് അഷ്ടാവക്ര മുനിയെ കാണാൻ പോവുകയും അഷ്ടാവക്ര മുനി അദ്ദേഹം വരുന്നത് കണ്ടിട്ട് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ ഭാവിച്ചപ്പോഴേക്കും പറഞ്ഞു, ഇല്ല ഇറങ്ങരുത്, അവിടെ തന്നെ നില്ലെന്ന്. അപ്പോൾ ഒരു കാല് പൊക്കിയ നിലയിൽ ആ കുതിരപ്പുറത്ത് തന്നെ അദ്ദേഹത്തിന് കുറേ സമയം ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഇരുന്ന ആ സമയത്ത് തന്നെ അഷ്ടാവക്ര മുനിയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് ബോധോദയം കിട്ടി. ആ ബോധോദയം കിട്ടിയ ജനക മഹാരാജാവിന് വീണ്ടും ആ ബോധോദയത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൊടുക്കുന്ന ഉപദേശങ്ങളാണ് 20 അധ്യായങ്ങളുള്ള അഷ്ടാവക്ര സംഹിത.